ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. യേശുവിൻ പേർക്കായി പാടു സഹിച്ചിടാം, ക്രൂശെടുത്തുകൊണ്ടനുഗമിച്ചിടാം. ക്രിസ്തേശുവിൻ പേർക്കായി പാടു സഹിച്ചിടാം, ക്രൂശെടുത്തുകൊണ്ടനുഗമിച്ചിടാം. അന്ത്യത്തോളവും സഹിച്ചിടുന്നവർ തേജപൂർണരായി തൻ കൂടെ വാഴുമേ. അന്ത്യത്തോളവും സഹിച്ചിടുന്നവർ തേജപൂർണരായി തൻ കൂടെ വാഴുമേ. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. ലോകസംഭവങ്ങളെ നാം ഒഴിഞ്ഞു പോകുവാൻ, തൻ മുൻപിൽ നിൽക്കുവാൻ പ്രാപ്തരാകുവാൻ. ലോകസംഭവങ്ങളെ നാം ഒഴിഞ്ഞു പോകുവാൻ, തൻ മുൻപിൽ നിൽക്കുവാൻ പ്രാപ്തരാകുവാൻ. ഏതു നേരത്തും അതിജാഗ്രതയായി ഉണർന്നും പ്രാർത്ഥിച്ചും തൻ വരവിനൊരുങ്ങിടാം. ഏതു നേരത്തും അതിജാഗ്രതയായി ഉണർന്നും പ്രാർത്ഥിച്ചും തൻ വരവിനൊരുങ്ങിടാം. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. തൻ തിരുമുൻപിൽ നാം നിർമ്മലരായി നിഷ്കളങ്കരായി ജീവിച്ചിടണം. തൻ തിരുമുൻപിൽ നാം നിർമ്മലരായി നിഷ്കളങ്കരായി ജീവിച്ചിടണം. സൽഗുണങ്ങളിൽ സമ്പൂർണനാണവൻ, തൻ പിൻഗമിപ്പവർ തന്നെ പോലാകണം. സൽഗുണങ്ങളിൽ സമ്പൂർണനാണവൻ, തൻ പിൻഗമിപ്പവർ തന്നെ പോലാകണം. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. വിശുദ്ധന്മാർഗണം എടുക്കപ്പെട്ടിടുമ്പോൾ കൈവിടപ്പെടുന്നോർ സംഭ്രമിച്ചിടുമേ. വിശുദ്ധന്മാർഗണം എടുക്കപ്പെട്ടിടുമ്പോൾ കൈവിടപ്പെടുന്നോർ സംഭ്രമിച്ചിടുമേ. വിശുദ്ധ ജീവിതം ചെയ്തു ജീവിപ്പോൾ വിശുദ്ധരാജനോടെന്നും വാഴുമേ. വിശുദ്ധ ജീവിതം ചെയ്തു ജീവിപ്പോൾ വിശുദ്ധരാജനോടെന്നും വാഴുമേ. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. ഈ ലോകമേറ്റവും നിന്ദിച്ചിരുന്നവർ വന്നിതരാകാൻ കാലമടുത്തു
ലോകരേറ്റവും നിന്നിച്ചിരുന്നവർ വന്നിതരാകാൻ കാലമടുത്തു പോ. സത്യമാർഗത്തിൽ നിലനിന്നതാം ജനം നിത്യയുഗങ്ങൾ വാഴും കാന്തയാ. സത്യമാർഗത്തിൽ നിലനിന്നതാം ജനം നിത്യയുഗങ്ങൾ വാഴും കാന്തയാ. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ, കാത്തിരിക്കുക നാം. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ, കാത്തിരിക്കുക നാം. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇബ്രായ ലേഖനം 12-ാം അധ്യായം 28-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ആസ് യു ആർ റിസീവിങ് എ കിങ്ഡം ഫേം ആൻഡ് സ്റ്റേബിൾ, ഉറപ്പുള്ളതായൊരു രാജ്യം നിങ്ങൾ പ്രാപിക്കാൻ പോകുന്നത് കൊണ്ട് ഭക്തിയോടും ഭയത്തോടും കൂടെ ദൈവം പ്രസാദിക്കത്തക്കവണ്ണം ദൈവത്തെ സേവിക്കുക. അപ്രകാരമുള്ളതായ ഒരു ക്രൈസ്തവനായിരിക്കുക, ഒരു ക്രിസ്ത്യാനിയായിരിക്കുക, ദൈവത്തെ സേവിക്കുന്ന ക്രിസ്ത്യാനിയായിരിക്കുക. ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനിയായിട്ടല്ല. ഇളകാത്ത രാജ്യം ഞാൻ പ്രാപിക്കാൻ പോകുന്നത് കൊണ്ട് എനിക്ക് തന്നിരിക്കുന്ന രാജ്യത്തിൻ്റെ ആ രാജാവിനെ അറിഞ്ഞ് ആ രാജാവിൻ്റെ ഒരു സേവകനാകുക, അഥവാ യേശുക്രിസ്തുവിനെ സേവിക്കുന്ന ഒരടിമയായിത്തീരുക. അതാണ് ക്രൈസ്തവൻ്റെ വിളിയെന്ന് പറയുന്നത്. ഒരു ദേവാലയത്തിൽ പോകാനുള്ള വിളിയല്ല ഇത്, ഒരു പ്രാർത്ഥനായോഗത്തിന് പോകാനുള്ള വിളിയല്ല ഇത്, വിവാഹം കല്യാണം പള്ളിയിൽ നടത്താനുള്ള വിളിയല്ല ഇത്, കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കാനുള്ള വിളിയല്ല ഇത്. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു വേലക്കാരനാണ് ഞാൻ, അവൻ്റെ ഒരു ദാസനാണ് ഞാൻ എന്നുള്ളതായ ഉറപ്പുള്ളവനായിട്ട് ജീവിക്കുക. ഇതാണ് ഭാഗ്യവാനായ അപ്പോസ്തലൻ സ്വന്തം അനുഭവത്തിലൂടെ പഠിപ്പിക്കുന്നത്. ദൈവമക്കളെ, നമ്മുടെ അനുഭവം എന്താണ്? നമ്മുടെ ജീവിതാനുഭവം എന്താണ്? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതം മുഴുവനും കൊടുത്ത് ജീവിതകാലം മുഴുവനുള്ളതായ നമ്മുടെ ആരോഗ്യവും നമ്മുടെ പണവും നമ്മുടെ സമയവും നമ്മുടെ കഴിവും സാമർഥ്യവും എല്ലാം ഉപയോഗിച്ച് നാം നേടിയെടുക്കുന്നത് എന്താണ് മനുഷ്യരിൽ നിന്നും നേടിയെടുക്കുന്നത്? നമ്മുടെ കഴിവുപയോഗിച്ച്, സമയം, പണം, സ്വാധീനം എല്ലാം ഉപയോഗിച്ച് നാം നേടിയെടുക്കുന്നത് അവസാനം കരയാനുള്ള കുറേ കണ്ണുനീർത്തുള്ളികൾ മാത്രമേ മനുഷ്യൻ നേടിയെടുക്കുന്നുള്ളൂ. ജീവിതകാലത്ത് മറുകടമുഷ്ടി, തന്നിഷ്ടം, തൻ്റെ ഇടം, അടിച്ചമർത്തൽ, ഉപദ്രവിച്ച് നിർത്തൽ, വാക്കുകൊണ്ട് പോരടിക്കുന്നു, ധർമ്മവും അധർമ്മവും എല്ലാം ചേർന്നതായ പ്രവൃത്തി കൊണ്ട് മനുഷ്യനിങ്ങനെ ആറാടി നിൽക്കുകയാണ്. മനുഷ്യനിങ്ങനെ ഗോലിയാത്ത് ആ കുന്തമൂരി നിന്നതുപോലെ ഗോലിയാത്ത് നിൽക്കുന്നത് പോലെയാണ് ഇന്ന് വിശ്വാസികൾ വിശ്വാസമണ്ഡലത്തിൽ നിൽക്കുന്നത്. എന്നെ തോൽപ്പിക്കാൻ ആരുണ്ട്? എൻ്റെ ഒപ്പം ആരുണ്ട്? എന്നെ പ്രസംഗത്തിൽ എന്നെ തോൽപ്പിക്കാൻ ആരുണ്ട്? ദൈവവേലയിൽ എന്നെ തോൽപ്പിക്കാൻ ആരുണ്ട്? സമർപ്പണത്തിൽ പോലും എന്നെപ്പോലുള്ള വിശ്വാസി ആരുണ്ട്? പണ്ട് ഗോലിയാത്ത് നിന്നതുപോലെയാണ് ഇന്ന് ക്രൈസ്തവൻ നിൽക്കുന്നത്. പലപ്പോഴും അവനവൻ്റേതായ ആരാധനാ കേന്ദ്രങ്ങളിൽ നിൽക്കുന്ന ക്രൈസ്തവൻ ഗോലിയാത്തിനെ പോലെയാണ് നിൽക്കുന്നത്. കാരണം എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല, എന്നെ പരാജയപ്പെടുത്താൻ ആരുമില്ല, എൻ്റെ നേരെ നിൽക്കാൻ കഴിവുള്ള ഒരുത്തനുമില്ല എന്നുള്ള ചിന്താഗതിയോടെയാണ് ആരാധനാ സ്ഥലത്ത് നിൽക്കുന്നത്, ദേവാലയങ്ങളിൽ നിൽക്കുന്നത്, പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ നിൽക്കുന്നത്. ഗോലിയാത്തിൻ്റെ മനോഭാവമുള്ള അനേക ക്രൈസ്തവ നേതാക്കന്മാരെയും ക്രൈസ്തവ പ്രവർത്തകരെയും നമുക്ക് ഈ കാലത്ത് കാണുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഒന്നാലോചിച്ച് നോക്കൂ. നാം ശിശുവായിരുന്നപ്പോൾ അമ്മയുടെ അരികത്ത് കിടന്നു. 3-4 വയസ്സാകുമ്പോൾ അവിടെ നിന്ന് പിന്നെ അങ്ങ് എഴുന്നേൽക്കുകയാണ്. പിന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒരു സ്ത്രീയായി പുരുഷനായി ഒരു എഴുന്നേറ്റുള്ളതായ ഒരു പ്രവർത്തനമാണോ? പ്രവർത്തനമൊന്നുമല്ല, ഒരു ജീവിതമാണ് അവിടെ. അതിന് പ്രത്യേക വിശേഷമൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അമ്മയുടെ ഓരത്ത് നിന്ന് എഴുന്നേറ്റിട്ട് പിന്നെ അവസാനം ഒരു സ്ത്രീയായി, ഒരു പുരുഷനായി, ഒരു വൃദ്ധയായി, ഒരു വൃദ്ധനായി
അവസാനം കിടക്കയിൽ വന്നെത്തുന്നു. അതുവരെയുള്ള ജീവിതം, ആ കിടക്കയിൽ കിടക്കുമ്പോൾ തന്നെ ATM കാർഡ് കൂടെ കാണും, ഡെബിറ്റ് കാർഡ് കൂടെ കാണും, ചെക്ക് ബുക്ക് കൂടെയുണ്ട്, ഗൂഗിൾ പേ ഉണ്ട്, മൊബൈൽ ഫോണുണ്ട്, എല്ലാം കൂടെ കിടക്കുന്നുണ്ട് ആ കട്ടിലയിൽ. പക്ഷേ ആർക്ക് വേണം? ആർക്കാണ് അതിൻ്റെ ആവശ്യം? ആർക്കെങ്കിലും ഗുണമുണ്ടോ അതുകൊണ്ട്? ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ നേടിയെടുക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ചിന്തിച്ചാൽ അറിയാം, നമ്മുടെ എല്ലാം ജീവിതം വലിയ വെള്ളി സ്പൂണുമായി ജീവിച്ചവരൊന്നുമല്ല. ധനസമൃദ്ധിയിലോ സുഖലോലുപതയിലോ പൊട്ടുമെത്തയിലോ കിടന്നുറങ്ങിയവരല്ല സാധാരണ മനുഷ്യരല്ല. സാധാരണക്കാരായ നാം ശോഭ കുറഞ്ഞതും ഭംഗി കുറഞ്ഞതും നിറം കുറഞ്ഞതും എല്ലാമുള്ള സാഹചര്യത്തിലും അങ്ങനെയെല്ലാമുള്ള വ്യക്തികളോടുകൂടെ ജീവിച്ചവരാണ് നാമൊക്കെ. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്തെങ്കിലും കുറവുണ്ടാകുമോ? അതുകൊണ്ട് നമുക്കെന്തെങ്കിലും നഷ്ടം വരുമോ? പണം കുറഞ്ഞു പോയതുകൊണ്ടോ, സൗന്ദര്യം കുറഞ്ഞു പോയതുകൊണ്ടോ, നിറം കുറഞ്ഞു പോയതുകൊണ്ടോ, ഉദ്യോഗ പ്രൗഢി കുറഞ്ഞു പോയതുകൊണ്ടോ നമുക്കെന്തെങ്കിലും തീരാനഷ്ടം വരുമോ? ഒരു കാലത്തും വരികയില്ല. യു ലീവ് ഓൺലി വൺസ്, ബട്ട് ഇഫ് ഡു ഇറ്റ് കറക്റ്റ് വൺസ് ഈസ് സഫിഷ്യൻ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഒരിക്കലേ നാം ജീവിക്കുന്നുള്ളൂ. പക്ഷേ ഒരിക്കലായി ജീവിക്കുന്ന ആ ജീവിതം ശരിയായി ജീവിച്ചാൽ, ഒരു പ്രാവശ്യം ജീവിച്ചാൽ മതി. ഈ ഭൂമിയിൽ ദൈവം തരുന്ന ആയുസ് 70 അല്ലെങ്കിൽ 80 വയസ്സെന്ന് പറയും. ആ ഒരു പ്രാവശ്യത്തെ ആയുസ് അത്രയും ജീവിച്ചാൽ മതി. നേടേണ്ടത് നേടാം. എന്താണ് നേടേണ്ടത്? ഇളകാത്ത രാജ്യം. എന്താണ് നേടേണ്ടത്? ക്രിസ്തുവിനോടുള്ള സ്നേഹം. എന്താണ് നേടിയെടുക്കേണ്ടത്? നിത്യസൗഭാഗ്യം. എന്താണ് നേടിയെടുക്കേണ്ടത്? ജീവനുള്ള ദൈവത്തിൻ്റെ ഒരടിമ, ഒരു വേലക്കാരനായി തീരുക. എന്താണ് നേടിയെടുക്കേണ്ടത്? തമ്മിലുള്ളതായ സ്നേഹം, സമാധാനപ്രിയനാകുക, ഒരു സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തിയാവുക. പ്രിയപ്പെട്ടവരെ, പണം കുറഞ്ഞാലും സൗന്ദര്യം കുറഞ്ഞാലും നിറം കുറഞ്ഞാലും ഉദ്യോഗ പ്രൗഢി കുറവായാലും ശാശ്വതമായ നഷ്ടമൊന്നും ഒരു മനുഷ്യനും വരുന്നില്ല. അതിന് പകരമായി പണമുണ്ടായാലും സൗന്ദര്യമുണ്ടായാലും പ്രൗഢി ഉണ്ടായാലും ശാശ്വതമായ നേട്ടവും ആർക്കും വരുന്നില്ല. എൻ്റെ ആത്മീയ ഗുരുവായ യോഹന്നാൻ സാറ് ഇപ്രകാരം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്: സ്നേഹിപ്പാനുള്ളതായ ഒരു ഹൃദയവും വിശ്വസിക്കാനുള്ളതായ ഒരു മനസ്സും സഹിപ്പാനുള്ളതായ ഒരു ശരീരവും ഉണ്ടെങ്കിൽ മനുഷ്യരായ നമുക്കെല്ലാം ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കാം, സന്തോഷത്തോടെ ജീവിക്കാം, ദൈവരാജ്യത്തിൽ എത്തുകയും ചെയ്യാം. സ്നേഹിക്കാനുള്ളതായ ഒരു ഹൃദയമുണ്ടാകണം, വിശ്വസിക്കാനുള്ളതായ ഒരു മനസ്സുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുകയാണ്, എവിടെ നിന്നാണ് ഈ സ്നേഹിക്കാനുള്ള മനസ്സ്, സ്നേഹിക്കാനുള്ള ഹൃദയം എവിടെ നിന്നാണ് കിട്ടുക? മനുഷ്യനെ സ്നേഹിക്കാൻ, സ്നേഹം പഠിപ്പിക്കാൻ ഗ്ലാൻഡ് വല്ലോ മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടോ? സ്നേഹം പഠിപ്പിക്കുന്ന വിദ്യാലയമുണ്ടോ? സ്നേഹം പഠിപ്പിക്കുന്ന ദേവാലയമുണ്ടോ? സ്നേഹം പഠിപ്പിക്കുന്നതായ ഏതെങ്കിലും സൺഡേ സ്കൂളുണ്ടോ? സ്നേഹം പഠിപ്പിക്കുന്ന ഏതെങ്കിലും പ്രാർത്ഥനാലയമുണ്ടോ? പ്രിയപ്പെട്ടവരെ, സ്നേഹം എവിടെ നിന്നാണ് മനുഷ്യന് കിട്ടുക? അത് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനമായി മനുഷ്യനുണ്ടാകുന്നതല്ല, വിദ്യാഭ്യാസം കൊണ്ടുണ്ടാകുന്നതല്ല. എവിടെ നിന്നാണ് സ്നേഹം ഉണ്ടാകുക? യോഹന്നാൻ്റെ ലേഖനം, 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം എടുക്കാം. 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. എവിടെ നിന്നാണ് സ്നേഹം വരിക? പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവനെ മാത്രമേ സ്നേഹിക്കാൻ കഴിയുള്ളൂ. എന്നുവെച്ചാൽ ഈ ഭൂമിയിൽ ജനിച്ച ഒരുത്തിന് സാധിക്കുകയില്ല. മറിച്ച് ഒരു വീണ്ടും ജനന അനുഭവമുള്ളവന് മാത്രം. ദൈവത്തിൽ ജനിച്ചവൻ സ്നേഹിക്കുന്നു. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. ദൈവത്തോട് ബന്ധമുള്ളവന് മാത്രമേ ശരിയായ സ്നേഹം, എന്നുവെച്ചാൽ ബലഹീനരെ, കുറവുള്ളവരെ, കഴിവ് കുറഞ്ഞവരെ, തൻ്റെ അത്രയും സാമർഥ്യമില്ലാത്തവരെ, സൗന്ദര്യമില്ലാത്തവരെ, പണമില്ലാത്തവനെ എല്ലാം സ്നേഹിക്കണമെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് വരുന്ന സ്നേഹമാണ്. ആ സ്നേഹം ഒരു വീണ്ടും ജനന അനുഭവത്തിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇളകാത്ത രാജ്യം പ്രാപിക്കുക അഥവാ ക്രിസ്തുവിനോട് ചേർന്നുമ്പോൾ മാത്രമേ നമുക്ക് സ്നേഹിക്കാനുള്ള കഴിവുണ്ടാകുകയുള്ളൂ. അതിന് പണം വേണമെന്നില്ല. വിശ്വസിക്കാനുള്ളതായ
ഒരു മനസ്സുണ്ടാകണം. ക്രിസ്തുവിൽ വിശ്വസിക്കാനുള്ളതായ ഒരു മനസ്സുണ്ടാകണം. 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം 1 യോഹന്നാൻ 5:18 വായിച്ചു നോക്കാം. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇളകാത്ത രാജ്യം പ്രാപിച്ച മനുഷ്യൻ, അതാണ് ദൈവത്തിൽ ജനിച്ചവൻ. അവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നവനാണ്. സൂക്ഷിക്കേണ്ടതെല്ലാം അവൻ സൂക്ഷിക്കും. തൻ്റെ മാനം സൂക്ഷിക്കും, തൻ്റെ ഇന്ദ്രിയങ്ങളെ സൂക്ഷിക്കും, തൻ്റെ അഭിപ്രായങ്ങളെ സൂക്ഷിക്കും, തൻ്റെ സമർപ്പണങ്ങളെ സൂക്ഷിക്കും. ദൈവം തനിക്ക് തന്നിരിക്കുന്നതായ സകലതും താൻ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കും. ദൈവം തന്നതായ ആ ചൈതന്യം, ദൈവം തന്നതായ ഭാര്യ ഭർത്തൃബന്ധം, ദൈവം തന്നതായ സമർപ്പണ ജീവിതം എല്ലാം അവൻ സൂക്ഷിക്കും. ദൈവത്തിൽ ജനിച്ചവൻ തന്നെത്താൻ നഷ്ടം വരാതെ സൂക്ഷിക്കുന്നു. സൂക്ഷിക്കേണ്ടതെല്ലാം സൂക്ഷിക്കുന്നു. ഇളകാത്ത രാജ്യം പ്രാപിച്ചവൻ. 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. പ്രിയപ്പെട്ടവരെ, ആ ഇളകാത്ത രാജ്യം ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലഭിക്കുന്നതാണ് ഇളകാത്ത രാജ്യം. അത് ലഭിച്ചവൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിക്കുന്നു. ലോകത്തോട് ഇഴുകിച്ചേരുകയല്ല, തരം താണു പോകുകയല്ല, കൂട്ടുകാരുടെ തരം താണു പോകുകയല്ല, സാഹചര്യത്തിനൊത്ത് നിലവാരം കുറഞ്ഞു പോവുകയല്ല, സാഹചര്യം അനുകൂലമെങ്കിൽ പാപം ചെയ്യുകയല്ല, ആരും കാണുന്നില്ല എങ്കിൽ മോഷ്ടിക്കുകയല്ല, ആരും കണ്ടില്ലെങ്കിലും അധർമ്മവും അന്യായവും അശുദ്ധിയും നിവർത്തിക്കുക എന്നുള്ളതല്ല. അവൻ ലോകത്തെ ജയിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്തു വിശ്വാസി അവൻ ലോകത്തെ ജയിക്കുന്നവനാണ്. അവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നവനാണ്. ഒരു ക്രിസ്തു വിശ്വാസി സ്നേഹിക്കാൻ കഴിവുള്ളവനാണ്. അവൻ സ്നേഹം, അവന് ദൈവത്തിൽ നിന്ന് അവന് കിട്ടുന്നത് സ്നേഹമാണ്. അവൻ്റെ ഉള്ളിൽ ഈർഷ്യയുണ്ടാവില്ല, അവൻ്റെ ഉള്ളിൽ നീരസം ഉണ്ടാവില്ല, അവൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന വൈരാഗ്യം ഉണ്ടാവില്ല, നിലനിൽക്കുന്ന വിദ്വേഷം ഉണ്ടാകില്ല. അതെല്ലാം ഒരുവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ ഇളകാത്ത രാജ്യം പ്രാപിച്ചിട്ടില്ല, ദൈവത്തിൽ നിന്ന് ജനിച്ചിട്ടുമില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലാണ് നാം വായിച്ചത് ഇളകാത്ത രാജ്യം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, 12-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 29 വരെയുള്ളതായ വാക്യങ്ങൾ അപ്പോസ്തലൻ ഒരു പ്രത്യേക കാര്യമാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. 2 കാലഘട്ടത്തിലുള്ള ജീവിതം. ഒരു മനുഷ്യരായി നമ്മുടെ 2 കാലഘട്ടത്തിൽ മനുഷ്യൻ ജീവിക്കുന്നു. സ്ഥൂലമായതും തീ കത്തുന്നതുമായ, അഥവാ പഴയ നിയമകാലത്തെ ഒരു പാരമ്പര്യ ക്രൈസ്തവ ജീവിതം ആരംഭിക്കുന്ന അവിടെയാണ്. ഒരു പാരമ്പര്യ ക്രിസ്ത്യാനിയായിട്ട് ആരംഭിക്കുന്നു. 18-19 വാക്യം വായിക്കാം. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങൾ പറയരുത് എന്ന് അപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ആദ്യകാലം അങ്ങനെയാണ്. വിശ്വാസ ദൈവത്തിൻ്റെ ആദ്യകാലം അങ്ങനെയാണ്. കുറേ പ്രമാണങ്ങൾ മാത്രം. ഒരു പാരമ്പര്യ ക്രിസ്ത്യാനി കുറേ പ്രമാണങ്ങൾ മാത്രം. ഒന്നും മനസ്സിലാകുന്നില്ല, ഒന്നും വ്യക്തമായി മനസ്സിലാകുന്നില്ല. എന്തൊക്കെയോ ഒരു കൂരിട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ ആത്മീയമായി ജ്ഞാനത്തിലേക്ക് വരുന്നില്ല. ആരാണ് ദൈവം? ആരാണ് ക്രിസ്തു? എന്താണ് ദൈവവചനം? എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? എന്താണ് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ബോധമില്ലാത്ത കാലം. ഒരു വാക്കുമാണ് പറയുന്നത്, ഇനി എന്നോട് പറയണ്ട, ഇനി എനിക്ക് കേൾക്കണ്ട. ഇസ്രായേൽ മക്കൾ പണ്ട് സീനായി മലയിൽ വെച്ച് പറഞ്ഞ വാക്കാണത്, ഇനി ഞങ്ങളോട് പറയണ്ട എന്നുള്ളത്. ഇനി ഒരു വചനവും ഞങ്ങളോട് പറയരുത് എന്ന് പഴയ നിയമ ഇസ്രായേൽ മോശയോട് പറഞ്ഞു. അത് തന്നെയാണ് ഈ കാലത്തും ക്രിസ്ത്യാനി പറയുന്നതാണ്. എന്നോട് വേദപുസ്തകം പറയണ്ട, എന്നോട് സുവിശേഷം പറയണ്ട, എനിക്ക് സുവിശേഷം കേൾക്കണ്ട. കാരണം ആരംഭം അവിടെയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പാരമ്പര്യ ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന എനിക്കും അറിയാം, ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് പലർക്കും അറിയാം. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു കാലത്ത് നാമും ഇതേ അഭിപ്രായക്കാർ തന്നെയായിരുന്നു. വേണ്ട, കേൾക്കണ്ട, അറിയണ്ട, താല്പര്യമില്ല, എനിക്ക് മനസ്സിലാവില്ല, ഈ കാലഘട്ടത്തിന് പറ്റൂല. ഇതാണ് ആ കാലത്തുള്ളതായ അനുഭവം. എന്നാൽ അനുഭവം അങ്ങോട്ട് മാറി മാറി എന്തായിട്ട് വരുന്നു? അതിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യം വായിക്കാം. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരെ ആത്മാക്കൾക്കും പുതുനിയമത്തിന് മധ്യസ്ഥനായ യേശുവിനും ഹാബേൽ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ,
ഒരു സമയത്ത് അറിയാൻ താല്പര്യമില്ല, കേൾക്കാൻ താല്പര്യമില്ല, മനസ്സിലാകുന്നില്ല, ഗ്രഹിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ ശബ്ദവും കോലാഹലവും കേൾക്കുന്നു, സ്തുതി കേൾക്കുന്നു, ഹല്ലേലൂയ എന്ന് കേൾക്കുന്നു, അവിടെ കൈയടിച്ച് പാട്ട് പാടുന്നു, അവിടെ മാനസാന്തരപ്പെടണമെന്ന് പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് കേൾക്കണ്ട 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 എന്നുള്ളതായ അനുഭവം. അതാണ് സീനായി മലയിലെ അനുഭവം. അവിടെ നിന്ന് പിന്നീട് എങ്ങോട്ടാണ് മാറി വരുന്നത്? ആ ഇളകാത്ത രാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ വളർച്ചയെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ നിന്ന് നാം എങ്ങോട്ടാണ് എത്തുന്നത്? സിയോൻ പർവ്വതത്തിലേക്ക് വരുന്നു. സീനായി മലയിൽ നിന്ന് സിയോൻ്റെ അനുഭവത്തിലേക്ക് വരുന്നു. സീനായി മലയിൽ നിന്ന് സിയോൻ്റെ അനുഭവത്തിലേക്ക് വരുന്നു. അവിടെ നിന്ന് പിന്നീട് നാം എവിടെയാണ് വരുന്നത്? നാം ഒരു മധ്യസ്ഥൻ്റെ അടുക്കലേക്ക് വരുന്നു. മധ്യസ്ഥനായ യേശുക്രിസ്തുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കലേക്ക് വരുന്നു. പ്രിയപ്പെട്ടവരെ, വെറുപ്പിൻ്റെയും അജ്ഞതയുടെയും സുവിശേഷത്തോടുള്ളതായ സകല അജ്ഞതയുടെയും സകല വിരോധത്തിൻ്റെയും നടുവിൽ ജീവിച്ച ഒരു മനുഷ്യൻ സാവകാശം എവിടെ വരുന്നു? അവൻ സിയോനിലേക്ക് വരുന്നു. അവൻ മധ്യസ്ഥൻ്റെ അടുക്കലേക്ക് വരുന്നു. കർത്താവായ യേശുക്രിസ്തു എന്ന മധ്യസ്ഥനായ യേശുവിനും അവൻ പുണ്യാഹ രക്തത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നു. ആ രക്തത്തോടുള്ളതായ ബന്ധത്തിലേക്ക് വരുന്നു. ആ അനുഭവത്തിനാണ് അവിടെ പറയുന്നത്. അങ്ങനെ വന്നാണ് നാം ഇളകാത്ത രാജ്യത്തിലേക്ക് വരുന്നതെന്ന് ഭാഗ്യവാനായ അപ്പോസ്തലനോട് ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സിയോൻ മലയും സീനായും സിയോൻ മലയും, ദൈവത്തിന് സ്തോത്രം. രണ്ട് അനുഭവങ്ങളാണ് ഇത് രണ്ടും പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം സീനായി മല നമുക്കറിയാം. അത് ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെ കാലത്ത് മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്ത സ്ഥലമാണ് സിയോൻ എന്ന് പറയുന്നത്. സീനായി എന്ന് പറയുന്ന എവിടെയാണ്? സീനായി എന്ന് പറയുന്ന എവിടെയാണ്? 15-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിന്റെ വിശുദ്ധ പർവ്വതം. പ്രിയപ്പെട്ടവരെ, യെരുശലേമിലെ വിശുദ്ധ പർവ്വതം സീനായി എന്ന് പറയുന്നത് ഒരു മല. സിയോൻ എന്ന് പറയുന്നത് ഒരു മലയല്ല. വാസ്തവത്തിൽ യഹോവയുടെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കുന്നു? നിഷ്കളങ്കനായി, നേരുള്ളവനായി, ദോഷം ചെയ്യാത്തവനായി, അവൻ്റെ കാലും കൈയും അവൻ്റെ നാവും എല്ലാം സൂക്ഷിക്കുന്നതായ, എന്നുവെച്ചാൽ ജീവനുള്ള ദൈവത്തിൻ്റെ ഒരു പരിപാലന രംഗത്തേക്ക് മാത്രമല്ല, ഇഫക്റ്റീവായിട്ട് ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഇന്ദ്രിയങ്ങളുള്ള, അവയവങ്ങളുള്ള, ചിന്തയുള്ള, ധ്യാനമുള്ള ഒരു മനുഷ്യനായിട്ട് മാറുന്ന അനുഭവമാണ് സിയോൻ എന്ന് പറയുന്നത്. സിയോൻ വസിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഇതിൻ്റെ അർത്ഥം. അതൊരു പ്രത്യേക സ്ഥലമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇഫക്റ്റീവ് റൂള്. എന്നുവെച്ചാൽ സ്വന്തം ഇഷ്ടമില്ല, ദൈവ ഇഷ്ടം മാത്രം. അവയവങ്ങളെ, ഇന്ദ്രിയങ്ങളെ, കണ്ണിനെ, നാവിനെ എല്ലാം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ വസിക്കുന്ന അനുഭവത്തിനാണ് സിയോൻ്റെ അനുഭവം എന്ന് പറയുന്നത്. 87-ാം സങ്കീർത്തനം 5-ാം വാക്യം നമുക്ക് വായിക്കാം. ഇവനും അവനും അവിടെ ജനിച്ചുവെന്നും സിയോനെ കുറിച്ച് പറയും. അത്യുന്നതൻ തന്നെ അതിനെ സ്ഥാപിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം സ്ഥാപിച്ച നിയമമാണത് സിയോൻ എന്ന് പറയുന്നത്. ഇവനും അവനും അവിടെ ജനിച്ചു. പ്രിയപ്പെട്ടവരെ, യെരുശലേം എന്ന് പറയുന്നു, അതിന് സിയോൻ എന്ന് പറയുന്നു. എന്താണ് ഇതിൻ്റെ അനുഭവം എന്ന് പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. ഞാൻ ഏതെങ്കിലും ഒരു സഭാവിഭാഗത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് സിയോൻ എന്ന് പറയുന്നത് യെരുശലേമിനോട് ചേർന്ന ഒരു അനുഭവമാണത്. പുതിയ നിയമ യെരുശലേമിലെ ഒരംഗമായി തീരുക, പുതിയ യെരുശലേമിലെ ഒരംഗമായി തീരുക. ഇവനും അവനും അവിടെ ജനിച്ചു. നമുക്കറിയാം നമ്മുടെ ജന്മദേശത്തെക്കുറിച്ച് നമുക്കൊരഭിമാനമുണ്ട്, ജന്മനാടിനെക്കുറിച്ച്, നാം ജനിച്ചു വളർന്ന സഭയെക്കുറിച്ച്, നാം മാനസാന്തരപ്പെട്ട കൂട്ടത്തെക്കുറിച്ച്, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് അഭിപ്രായങ്ങളുണ്ട്, നല്ല ചിന്തകളുണ്ട്, നല്ല ഓർമ്മകളുണ്ട്. നമ്മുടെ നാവിൽ ഇതെല്ലാം എപ്പോഴും വരും. എൻ്റെ ജന്മനാടിതാണ്, ഞാൻ ജനിച്ചു വളർന്ന സഭ ഇതാണ്, ഞാൻ മാനസാന്തരപ്പെട്ട കൂട്ടായ്മ ഇതാണ്. ഇതെല്ലാം നമ്മുടെ നാവിൽ എപ്പോഴും വരുന്നതായ ഒരനുഭവമാണ്. ജീവനുള്ള ദൈവത്തിനും ഇപ്രകാരം ഇഷ്ടമുള്ള ഒരു സ്ഥലമുണ്ട്. ദൈവം ഇഷ്ടപ്പെടുന്ന സ്ഥലമായിരുന്നു യെരുശലേം. അവിടെയാണ് ദൈവം ദേവാലയം ആദ്യം സ്ഥാപിച്ചത്. ആ യെരുശലേമിലാണ് ദൈവം കർത്താവായ യേശുവിൻ്റെ മരണവും അവൻ്റെ കഷ്ടാനുഭവവും മരണവും പുനരുത്ഥാനവും എല്ലാം നടന്നത് യെരുശലേമിൽ തന്നെയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയല്ല, സിയോനിൽ ജനിച്ചു.
അവസാനം നമ്മുടെ ജന്മസ്ഥലം, ജനിച്ച സഭ, നമ്മുടെ അനുഭവങ്ങളുള്ള ചില സ്ഥലങ്ങൾ ഇതെല്ലാം വിട്ടിട്ട് നാം ആരായിട്ട് മാറുന്നു? നാം സിയോനിൽ ഒരു അംഗമായിട്ട് മാറുന്നു. എന്ന് വെച്ചാൽ ഞാൻ യേശുക്രിസ്തുവിനാൽ ഭരിക്കപ്പെടുന്ന, നിയന്ത്രിക്കപ്പെടുന്ന, കൺട്രോൾ ചെയ്യപ്പെടുന്ന, പൂർണ്ണമായും ക്രിസ്തുവിനായി വിട്ടുകൊടുത്ത ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെ ക്രിസ്ത്യാനികളാണല്ലോ. നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അഭിമാന വിഷയം എന്താ? ബീയിങ് എ ക്രിസ്ത്യൻ, ഞാൻ എന്തിലാണ് അഭിമാനിക്കുന്നത്? എൻ്റെ ദേവാലയത്തിലാണോ? എൻ്റെ സഭയിലാണോ? എന്തിലാണ് ഞാൻ അഭിമാനിക്കുന്നത്? എന്തിലാണ് ക്രിസ്ത്യാനി അഭിമാനിക്കുന്നത്? ക്രിസ്ത്യാനികളായി നമുക്ക് അഭിമാനിക്കാൻ ഒരേ ഒരു വിഷയമേ ഉള്ളൂ. കെടുന്ന ബിജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനത്താൽ തന്നെ ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു നീക്കോദെമോസിനോട് പറഞ്ഞതായ ആത്മാവിനാലുള്ളതായ ആ കാറ്റടിച്ച് പരിശുദ്ധാത്മാവിനുള്ളതായ ഒരു ജനനം എനിക്കുണ്ട്. അതാണ് എൻ്റെ അഭിമാന വിഷയം. ഞാൻ ജനിച്ചു വളർന്നതായ ഒരു സഭയോ, ഞാൻ ജനിച്ചു വളർന്നതായ ഒരു കൂട്ടായ്മയോ, ഞാൻ ജനിച്ചു വളർന്നതായ ഒരു ദേശമോ അല്ല. അതാണ് പറയുന്നത്. എല്ലാവരും ജനിച്ചു വളർന്ന സ്ഥലങ്ങളെക്കുറിച്ചാണ് അവിടെ 87-ാം സങ്കീർത്തനത്തിൽ വിവിധ ദേശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഓരോരുത്തർ ഞാൻ ആ ദേശത്ത് ജനിച്ചതാ, ഞാൻ അവിടെ ജനിച്ചതാ, ഇവിടെ ജനിച്ചതാ, ഇവനും അവിടെ ജനിച്ചു എന്നെല്ലാം ഓരോ വംശങ്ങൾ പറയും. ഞങ്ങൾ അവിടെ ജനിച്ചതാ, ഇവിടെ ജനിച്ചതാ, ഇവിടത്തുകാരാന്നെല്ലാം പറയുമ്പോൾ ഒരു ക്രിസ്തു വിശ്വാസിക്ക് പറയാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ: ഞാൻ സിയോനിൽ ജനിച്ചു, ഞാൻ വീണ്ടും ജനിച്ചു, ഞാൻ ക്രിസ്തുവിൽ ജനിച്ചു, ഞാൻ ഇളകാത്ത രാജ്യത്തിൽ ജനിച്ചു, ഞാൻ ക്രിസ്തുവിനാൽ ഭരിക്കപ്പെടുന്നു, ഞാൻ ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെടുന്നു. എൻ്റെ കൺട്രോള് യേശുവാണ്. എൻ്റെ സ്വന്തം ഇഷ്ടം അല്പം പോലുമില്ല. പൂർണ്ണമായും ഞാൻ യേശുവിൻ്റെ ഒരു അടിമ മാത്രം. ഞാൻ കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി മാത്രം. പ്രിയപ്പെട്ടവരെ, കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. അനുഭവമുണ്ടോ? ആ തീരുമാനമുണ്ടോ? അവരാണ് ഇളകാത്ത രാജ്യം പ്രാപിച്ചത്. സീനായി മലയിലെ അനുഭവം, സിയോനിലെ അനുഭവം. പാരമ്പര്യത്തിലെ ഒരു പിടുത്തത്തിൽ മാത്രം ജനിച്ച മനുഷ്യൻ മനസ്സാന്തരപ്പെട്ട് ക്രിസ്തുവിശ്വാസിയായി ഒരു സിയോനിലെ അംഗമായിത്തീരുന്ന അനുഭവം. സഭ എന്തിനാ മാറണേ എൻ്റെ പ്രിയപ്പെട്ടവരെ? സഭ മാറിയതുകൊണ്ട് കാര്യമില്ല, കൂട്ടായ്മ മാറിയതുകൊണ്ട് കാര്യമില്ല, നാം മതം മാറിയതുകൊണ്ട് കാര്യമില്ല. ഇതെല്ലാം ഹൃദയത്തിലുണ്ടാകുന്ന അനുഭവമാണ്. ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണിതെല്ലാം. പഴയ നിയമ ഇസ്രായേൽ കണ്ണുനീര് കൊടുത്ത്, വർഷങ്ങളോളമുള്ള കണ്ണുനീര് കൊടുത്ത്, അവരുടെ ചെറ്റപ്പുറയിൽ കരഞ്ഞ് കണ്ണുനീര് കൊടുത്ത് അവർ മേടിച്ചതാണ് പുറപ്പാട്. കണ്ണുനീര് കൊടുത്ത് ദൈവത്തിൽ നിന്ന് അവർ മേടിച്ചതാണ് പുറപ്പാട്. ആ പുറപ്പാടിൻ്റെ യാത്ര, ഫറവോൻ്റെ നാട്ടിൽ നിന്ന് കനാനിലേക്കുള്ള യാത്ര കണ്ണുനീര് കൊടുത്ത് മേടിച്ചതാണ്. പക്ഷേ അവർക്കത് പ്രയോജനപ്പെട്ടില്ല. അവിശ്വാസ നിമിത്തം അവർക്കത് പ്രയോജനപ്പെട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, സിയോനിലെ വിശ്വാസികൾ എന്നറിയപ്പെടുന്ന നമുക്ക് നാം വില കൊടുക്കാതെ കർത്താവായ യേശു തൻ്റെ രക്തം കൊണ്ട് നമുക്ക് തന്നതാണ്, മേടിച്ചു തന്നതാണ് ഈ സിയോൻ യാത്ര എന്ന് പറയുന്നത്. പഴയ നിയമ ഇസ്രായേൽ കണ്ണുനീര് കൊടുത്ത് മേടിച്ചതാണ് പുറപ്പാട്. നമുക്കോ ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് നാം വില കൊടുക്കാതെ നമുക്ക് കിട്ടിയതാണ് ആ സിയോൻ യാത്ര. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഈ സിയോൻ യാത്ര അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ സിയോൻ യാത്രയിലെ അംഗമായിട്ടുണ്ടോ? നിങ്ങൾ ഈ സിയോൻ യാത്രയിൽ ചേർന്നിട്ടുണ്ടോ? നിങ്ങൾ ഇളകാത്ത രാജ്യത്തേക്ക് നിങ്ങളുടെ കണ്ണ് നോക്കിയിട്ടുണ്ടോ? ഇളകാത്ത ജീവിതത്തിന് വേണ്ടി നിങ്ങൾ കൊതിയോടെ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. പ്രിയപ്പെട്ട സഹോദര, നീ സിയോനിൽ ജനിച്ചുവോ? നീ വീണ്ടും ജന്മം പ്രാപിച്ചുവോ? സമർപ്പണമെടുത്തുവോ? ശുദ്ധീകരണം പ്രാപിച്ചുവോ? പാപത്തോട് യാത്ര പറഞ്ഞുവോ? ഇനി പഴയതില്ല തീരുമാനിച്ചുവോ? ഞാനൊരു പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിൻ്റെ പ്രമാണങ്ങളുടെ ചട്ടങ്ങളെന്ന്
ഭിത്തിയിൽ എഴുതി വെച്ചതുകൊണ്ടായില്ല, ഹൃദയത്തിൽ എഴുതാം. തീരുമാനിക്കാം, കർത്താവേ, ഞാനൊരു സിയോൻ യാത്രക്കാരനാണ്. ആ സിയോൻ യാത്രയുടെ അവസാനമാണ് നാം ഇളകാത്ത രാജ്യത്തെത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുവിനോടുകൂടിയുള്ള ജീവിതം, അവനോടുകൂടിയുള്ളതായ വാസം ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് ആരംഭിക്കാം. പുതിയ ജീവിതം തുടങ്ങാം, പുതിയ പാത തിരഞ്ഞെടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവനുള്ള ദൈവമേ, ആവശ്യങ്ങളുടെ ഭാരവുമായി, പ്രാർത്ഥനാവിഷയങ്ങളുമായി മാത്രം ഈ ഭൂമിയിൽ ഒരു ക്രിസ്ത്യാനിയായി ജീവിച്ച ഞാൻ സിയോൻ യാത്രയെക്കുറിച്ചും വീണ്ടും ജനനത്തെക്കുറിച്ചും, കർത്താവെ, ഒരു കാലത്ത് ഞാൻ വെറുത്തിരുന്നതായ വാക്കുകൾ, എന്നോട് പറയണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നതെല്ലാം ഇന്ന് ആസ്വദിക്കാനുള്ളതായ ഒരു പരിശുദ്ധാത്മാവിൻ്റെ രൂപാന്തരം തന്നതോർത്ത് തന്നെ സ്തുതിക്കുന്നു. എൻ്റെ കൃപയിൽ പൊതിയണമേ, അനുഗ്രഹിക്കണമേ, സമാശ്വസിപ്പിക്കണമേ, കൃപ തന്ന് നടത്തണമേ, തലമുറയെ സൂക്ഷിക്കണമേ, വിശ്വാസമുറപ്പിക്കണമേ, തിരുരക്തത്തിൻ്റെ മുദ്ര തരണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ.